Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. Lazaro Academy, Aviation, Logistics and Paramedical, Payyanur, Mattanur. Glass Palace, MM Road, Pilathara, Kannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. യോഗ അസോസിയേഷൻ ഓഫ് കണ്ണൂരും ജില്ലാ സ്പോർട്സ് കൗൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 10ാമത് യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. യോഗ അസോസിയേഷൻ ഓഫ് കണ്ണൂരും ജില്ലാ സ്പോർട്സ് കൗൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 10ാമത് യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. രണ്ടാമത് ശരീരത്തിൻ്റെ പല അസുഖങ്ങളുടെയും കാര്യങ്ങൾക്ക് യോഗയിലൂടെ ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമെന്ന് യോഗ വിദഗ്ധന്മാർ പറയുന്നു. പക്ഷെ അതിനകത്ത് എൻ്റെ മുന്നിൽ തെളിവുകളില്ല. കാരണം ഞാൻ ചെയ്യാത്തിടത്തോളം, ഇങ്ങനെ പല അസുഖങ്ങൾ ഇല്ലാത്തിടത്തോളം കാലം അതിനെക്കുറിച്ച് പോയിന്റ് പറയാൻ ഞാനാണ് ഒരു അതോറിറ്റിയാണ്. നാം കാണേണ്ടത് 5000 വർഷങ്ങൾക്ക് മുമ്പ് യോഗ ഉണ്ടായിരുന്നതാണ്. യോഗ ഒരു മതത്തിൻ്റെ തൊഴിലാണ്. എന്നാൽ ചില മതം ഇതിനെ ഹൈജാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കായികാഭ്യാസത്തെ അല്ലെങ്കിൽ ഈ കലയെ മനസ്സിനും ശരീരത്തിനും സുഖം പ്രദാനം ചെയ്യുന്ന ഈ അഭ്യാസത്തെ ഒരു എക്സസൈസിനെ ചില മതത്തിൻ്റെതാണെന്ന് വ്യാഖ്യാനിച്ച് ഹൈജാക്ക് ചെയ്യാൻ ഈ കഴിഞ്ഞ കുറച്ച് വർഷം ശ്രമമാണ്. അന്താരാഷ്ട്ര യോഗാദിനം കുറെ ആളുകൾ ഗ്രൗണ്ടുകൾക്ക് ശ്വാസം ഉൾക്കൊണ്ടിട്ട് ശ്വാസം റിപ്പോർട്ട് വിടുക, അതല്ലല്ലോ. ഇത് കൃത്യമായി ചെയ്യുന്ന ഒരാൾ, ഇത് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാൾ ഇതിനെ മറ്റു രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് പി സന്തോഷ് അധ്യക്ഷനായി. യാഗ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ കെ രാജഗോപാലൻ മുഖ്യാതിഥിയായി. ഡോക്ടർ പ്രേമരാജൻ കാന ചാമ്പ്യൻഷിപ്പ് വിശദീകരണം നടത്തി. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, ഗോപൻ JS, പി ബാലകൃഷ്ണസ്വാമി, എം രാമചന്ദ്രൻ, എം വി കുഞ്ഞിക്കണ്ണൻ, പി കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മാട്ടൂൽ സിദ്ദിഖാബാദ് കടപ്പുറത്ത് 40 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. കാസർഗോഡ് ബേക്കൽ കടലിൽ കുളിക്കാനിറങ്ങി അപകടത്തിൽപ്പെട്ട UP സ്വദേശി റാണു എന്ന ബീർസിംഗിന്റെ മൃതദേഹമാണിതെന്ന് സുഹൃത്തുക്കൾ തിരിച്ചറിഞ്ഞു. മാട്ടൂൽ സിദ്ദിഖാബാദ് കടപ്പുറത്ത് ഞായറാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. പാന്റും ടീഷർട്ടും ധരിച്ച 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവിന്റെ മൃതദേഹമാണ് കരക്കടിഞ്ഞത്. പഴയങ്ങാടി പോലീസ് സ്ഥലത്തെത്തിയ മൃതദേഹം കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ഈ മാസം 23-ന് കാസർഗോഡ് ബേക്കലിൽ കടലിൽ കുളിക്കാനിറങ്ങി അപകടത്തിൽപ്പെട്ട UP സ്വദേശി റാണു എന്ന ബീർസിംഗിന്റെ മൃതദേഹമാണിതെന്ന് സുഹൃത്തുക്കൾ തിരിച്ചറിഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം പാലക്കോട് നിന്ന് മത്സ്യബന്ധനത്തിന് പോയി തോണിമറിഞ്ഞ് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യന്നൂർ കൈരളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യന്നൂർ കൈരളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ആഗസ്റ്റിൽ എറണാകുളത്ത് വെച്ച് നടക്കുന്ന 7ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത്. സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാടകത്തിലെ ഒന്നാമത്തെ പാട്ടാണ്. 80 വർഷം മുമ്പാണ് എഴുത്തുകാർ അവരുടെ അവകാശങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വയം പ്രേരിതരായിട്ട് ഈ പറഞ്ഞ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്ന ഒരു സംഘടന ഉണ്ടാക്കി. അതുപോലെ നാടകക്കാരും സ്വയം തിരിച്ചറിയാൻ വേണ്ടി
പരസ്പരം പരിചയപ്പെടാൻ വേണ്ടി പുതിയ രംഗരൂപങ്ങൾ ആവിഷ്കരിക്കാൻ വേണ്ടി സംഘടന ഉണ്ടാക്കുന്നത് വളരെ നല്ല കാര്യമാണ്. സംഘടിക്കാത്ത ആർക്കും മുന്നേറാൻ പറ്റില്ല എന്ന് വിചാരിക്കുക. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾ ഒറ്റയ്ക്ക് നിൽക്കണം. നമ്മൾ ഈ കലാകാരന്മാരുടെ മനസ്സ് ഒറ്റയോട് നമുക്ക് പറ്റും. രണ്ടും വേണം. നമ്മുടെ സർഗപരമായ അന്വേഷണങ്ങൾ ഒറ്റയ്ക്കേ നടക്കാൻ പറ്റും. ഒരു നാടകത്തിൻ്റെ ആലോചന കൂട്ടായിട്ടുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു പുതിയ പ്രമേയം നമ്മുടെ മനസ്സിൽ ഒരു കലാകാരിക്ക് ഒറ്റപ്പെട്ട ഒരു മനസ്സുണ്ട്. എതിർദിശ പത്രാധിപർ പി കെ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം വി ടി കെ കണ്ടോത്ത്, പയ്യന്നൂർ മേഖലാ സെക്രട്ടറി എം കെ പ്രകാശൻ, എം ടി അന്നൂർ, ടി ജയരാജൻ, ഐ ഡി രഞ്ജിത്ത്, അജിത നമ്പ്യാർ, ടി കെ വേണു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ആയിറ്റിയിൽ സ്റ്റേഷനറി കട കത്തിനശിച്ചു. പൊയ്യക്കടവ് ടി യൂസഫിന്റെ ഉടമസ്ഥതയിലുള്ള ബ്രൈറ്റ് സ്റ്റാൾ സ്റ്റേഷനറി കടയിലാണ് ഞായറാഴ്ച രാവിലെ 8 മണിയോടെ തീപിടുത്തമുണ്ടായത്. ആയിറ്റി ജംഗ്ഷന് സമീപത്തെ ബ്രൈറ്റ് സ്റ്റാൾ സ്റ്റേഷനറി കടയാണ് ഞായറാഴ്ച രാവിലെ കത്തിനശിച്ചത്. തീയും പുകയും ഉയരുന്നത് കണ്ട നാട്ടുകാർ ചേർന്ന് തൊട്ടടുത്ത പൈപ്പുകളിൽ നിന്നും വെള്ളമൊഴിച്ച് തീയണയ്ക്കുകയായിരുന്നു. ഐസ്ക്രീമും ലഘുപാനീയങ്ങളും സൂക്ഷിച്ചിരുന്ന ഫ്രിഡ്ജ്, വെളിച്ചെണ്ണ പാക്കറ്റുകൾ, പാം ഓയിൽ പാക്കറ്റുകൾ, സാധനങ്ങൾ സൂക്ഷിച്ച തട്ടുകൾ, ഫർണിച്ചർ, ഫാനുകൾ എന്നിവ കത്തിനശിച്ചു. ഏതാണ്ട് 4 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ഐസ്ക്രീമുകൾ കടയിൽ സൂക്ഷിച്ച ഫ്രിഡ്ജ് കത്തി ചുമരുകൾ വിണ്ടുകീറിയ നിലയിലാണ്. സ്റ്റേഷനറി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായും കത്തിനശിച്ചു. നാട്ടുകാർ തീയണയ്ക്കുകയായിരുന്നുവെന്നും ഫ്രിഡ്ജിന്റെ ഭാഗത്തു നിന്നാണ് തീ ആളിപ്പടർന്നതെന്നും പരിസരവാസികൾ പറഞ്ഞു. രാവിലെ ഒരു 7:05 ഇതിൻ്റെ അകത്ത് ഭയങ്കര പുക കാണുന്നുണ്ട്. അങ്ങനെ ഇതങ്ങനെ തുറക്കാൻ വേണ്ടി പറ്റാതിരുന്നത് ഇതിൻ്റെ ഓണറെ കൂട്ടിക്കൊണ്ടിട്ട് ഇത് പൂട്ട് പൊളിച്ചിട്ടാണ് തുറന്നത്. ഇന്ന് കട ലീവായിരുന്നു. അതുകൊണ്ടാണ് ഇത് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഫ്രിഡ്ജ് വെച്ച ഭാഗത്താണ് തീ ഉണ്ടായത്. അത് ഫ്രിഡ്ജ് നമ്മൾ വള്ളം കോരി കടത്തി ഇതിൻ്റെ അകത്തിൻ്റെ മുഴുവൻ ഒരു 3-4 ലക്ഷം രൂപ സാധനം ഇപ്പം നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നതിന് വേണ്ടുന്ന നടപടി സ്വീകരിച്ചിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു തയ്യാറാക്കാൻ നമ്മളെ കാണും. നമ്മളത് നേരിട്ട് കണ്ടാണ് ഒരു സാധനം പോലും ഇരുന്നതിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. വൈദ്യുത ബോർഡ് അധികൃതരും ചന്ദേര SI കെ സതീഷ് വർമ്മയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ആലക്കാട് പൂത്തേങ്ങായിലെ വടക്കേപ്പുരയിൽ ജയന്റെ വീട് തകർന്നു. അമ്മ കല്യാണിയെ പരിക്കുകളോടെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ആലക്കാട് പൂതേങ്ങായിലെ വടക്കേപ്പുരയിൽ ജയന്റെ വീട് തകർന്നു. രാത്രി 11:30 സമീപത്തെ മരം കടപുഴകി വീടിന് മുകളിലേക്ക് പതിച്ചത്. സംഭവ സമയത്ത് ജയനും അമ്മയും ഭാര്യയും മക്കളും വീട്ടിലുണ്ടായിരുന്നു. ജയന്റെ അമ്മ കല്യാണി കിടക്കുന്ന മുറിയിലേക്കാണ് മരത്തിന്റെ കൂടുതൽ ഭാഗവും പതിച്ചത്. കല്യാണിയെ ഏറെ ശ്രമകരമായാണ് മുറിയിൽ നിന്ന് പുറത്തെത്തിച്ചത്. തലയ്ക്കും കൈകൾക്കും പരിക്കേറ്റ കല്യാണിയെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജയനും ഭാര്യയും മക്കളും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇന്നലെ രാത്രി 11 മണിക്ക് എല്ലാവരും കിടന്ന സമയത്ത് ശക്തമായ കാറ്റും മഴയും വന്നു. അതോട് കൂടിയിട്ട് എന്താക്കിയെന്ന് വെച്ചാൽ അടുത്തുള്ള മരങ്ങളെല്ലാം വീടിൻ്റെ മുകളിൽ വീണ് വീട് തകർന്നു പോയി. അതിൻ്റെ കൂട്ടത്തിൽ എന്തായെന്ന് വെച്ചാൽ മൊത്തമായി ഇതായി താഴേക്ക് വീണ ഓടിൻ്റെയും മരത്തിൻ്റെയും ഇടയിൽ എൻ്റെ അമ്മ അതിൽ ഇതാവുകയും ചെയ്തു. അമ്മയ്ക്ക് തലക്ക് പരിക്കായി. അവസാനം പയ്യന്നൂരും അവിടുന്ന് പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചികിത്സ കൊടുത്തു. ഇപ്പം ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. നഷ്ടപ്പെട്ട 14 ഫോണുകൾ പയ്യന്നൂർ പോലീസ് കണ്ടെത്തി ഉടമകൾക്ക് നൽകി. പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും നഷ്ടപ്പെട്ട് പരാതി നൽകിയവരുടെ ഫോണുകളാണ് കണ്ടെത്തി കൈമാറിയത്. ആകെ കിട്ടിയ 23 പരാതികളിൽ ബാക്കിയുള്ളവ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. 10 സംസ്ഥാനത്തെ പല ജില്ലകളിൽ നിന്നും 4 സംസ്ഥാനത്ത് പുറത്തു നിന്നുമാണ് കണ്ടെത്തിയത്. 1 മാസത്തിനകം കണ്ടെത്തിയവയാണ് ഈ ഫോണുകളെല്ലാം എന്ന പ്രത്യേകത കൂടിയുണ്ട്. ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷൻ ഹാളിൽ ഒരു ചടങ്ങ് നടത്തിയാണ് ഫോണുകൾ ഉടമകൾക്ക് കൈമാറിയത്. പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ഫോണുകൾ കൈമാറി. സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ പി ശ്രീഹരി, SI പി യദുകൃഷ്ണൻ, SI NK ഗിരീഷ് എന്നിവർ സംസാരിച്ചു. നമ്മൾ ഏറ്റവും കൂടുതൽ വിലമതിപ്പോടുകൂടി കാണുന്നതും നമ്മൾ കൊണ്ടുനടക്കുന്നതുമായ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുന്നത് വളരെയധികം വിഷമമുണ്ടാവും. അപ്പോൾ നിങ്ങളത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പോലീസ് സ്റ്റേഷനിൽ വരിക. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ വന്നൊരു വെള്ളക്കടലാന്ന് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു, ഇപ്പോൾ മൊബൈൽ നമ്പർ എത്രയാണെന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ പുതിയൊരു പോർട്ടൽ അവിടെ ഉണ്ടാക്കിയെടുത്ത് ഇത്തരം കാര്യങ്ങൾ കൂടി വരുന്നതുകൊണ്ടാണ് ചെയ്യാറുള്ള ആ പോർട്ടൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പരമാവധി എളുപ്പത്തിൽ കിട്ടാനുള്ള ഒരു ഇതാക്കുന്നത്. അപ്പോൾ നമ്മളത് പറഞ്ഞാൽ പലപ്പോഴും അവർക്കത് രജിസ്റ്റർ ചെയ്യാൻ പല ആൾക്കാർക്ക് രജിസ്റ്റർ ചെയ്യാൻ ഒരു മനസ്സിലാവുന്നു.
മൊബൈൽ ഫോൺ നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയാണ് ആദ്യം ചെയ്യേണ്ടത്. തുടർന്ന് CIR എന്ന സർക്കാർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക. ഇതിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത രസീതിയുടെ നമ്പറും നഷ്ടപ്പെട്ട ഫോണിന്റെ വിവരങ്ങളും രേഖപ്പെടുത്തണം. ഈ സമയത്ത് നഷ്ടപ്പെട്ട ഫോണിലുണ്ടായിരുന്ന സിം കാർഡിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഉപയോഗിക്കണം. അപ്പോൾ നഷ്ടപ്പെട്ട ഫോണിലെ സിം കാർഡ് ഉപയോഗശൂന്യമാകും. നഷ്ടമായ ഫോണിൽ പുതിയ സിം കാർഡ് ഇടുമ്പോൾ ഫോണിന്റെ ഉടമയുടെ ഡ്യൂപ്ലിക്കേറ്റ് സിം ഇട്ട ഫോണിൽ SMS സന്ദേശം വരും. പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പോർട്ടലിലും വിവരവും ലൊക്കേഷനും ലഭിക്കും. അങ്ങനെയാണ് പോലീസ് ഫോൺ കണ്ടെത്തുക. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഞായറാഴ്ച പുലർച്ചെയുണ്ടായ കാറ്റിലും മഴയിലും ചെറുതാഴം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക കൃഷിനാശം. കൃഷിനാശ സ്ഥലങ്ങളിൽ കർഷക സംഘം നേതാക്കൾ സന്ദർശനം നടത്തി നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യം. ഞായറാഴ്ച പുലർച്ചെയുണ്ടായ കാറ്റിലും മഴയിലും ചെറുതാഴം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ കൃഷിനാശമാണ് ഉണ്ടായത്. കോവിലിലെ K. കൃഷ്ണന്റെ വീട്ടുപറമ്പിലേക്ക് സമീപത്തെ പുളിമരം പിടിഞ്ഞു വീണ് 10ലധികം കവുങ്ങ്, തെങ്ങ് എന്നിവ പൂർണ്ണമായും നശിച്ചു. K. മാധവിയുടെ വീടിനും കേടുപാടുകളുണ്ടായി. അറത്തിൽ സ്കൂളിന് സമീപം ഊർമിള, ജനാർദ്ദനൻ കോവുമ്മൽ എന്നിവരുടെ കൃഷിയിടങ്ങളിൽ വാഴ, കവുങ്ങ്, മറ്റു ഫലവൃക്ഷങ്ങൾ എന്നിവ പൂർണ്ണമായും നശിച്ചു. കർഷകർക്കുണ്ടായ നഷ്ടത്തിന് ധനസഹായം നൽകണമെന്ന് കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോവൂർ പ്രദേശത്ത് ഇന്ന് രാവിലെ ഉണ്ടായ കാറ്റും മഴയും തുടർന്ന് കോവിലുള്ള K. കൃഷ്ണൻ്റെ വീട്ടിലേക്ക് പുളിമരം പൊരിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഈ വീടിനോട് ചേർന്നിട്ടുള്ള 10-15 കൊല വന്നുകൊണ്ടിരിക്കുന്ന കഴുങ്ങ്, അതുപോലെ തന്നെ ഒരു വലിയ തെങ്ങ്, ഇവിടെ കൊല വന്ന് നാളികേരം പിടിച്ചു നിൽക്കുന്ന ഒരു തെങ്ങ് ഉൾപ്പെടെ വ്യാപകമായ കൃഷിനാശമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കൃഷ്ണാട്ടൻ്റെ അമ്മ താമസിക്കുന്ന തൊട്ടപ്പുറത്തെ മാധവേച്ചി താമസിക്കുന്ന വീട്ടിൻ്റെ മുകളിലേക്ക് ഒരു കഴുങ്ങ് പൊട്ടി വീണ ഒരു സാഹചര്യം ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. സമീപ പറമ്പിൽ നിന്ന് ഒരു പുളിമരം അങ്ങനെ തന്നെ രാവിലത്തെ കാറ്റിൽ പൊരിഞ്ഞു വീണ് വലിയ കൃഷിനാശം സംഭവിച്ചു. അതാണ് ഈ കോവൂൽ പ്രദേശത്ത് ഉള്ളത്. കർഷക സംഘം മാടായി ഏരിയ സെക്രട്ടറി MV രാജീവൻ, ഏരിയ കമ്മിറ്റി അംഗം K. മനോജ്, വില്ലേജ് സെക്രട്ടറി P. അശോകൻ, T. രമേശൻ, C. ഗണേശൻ, C. കൃഷ്ണൻ, PV ഗിരീശൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. അറത്തിൽ LP സ്കൂളിന് സമീപമുണ്ടായ കൃഷിനാശ സ്ഥലം കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം KPV ഗോവിന്ദൻ, വില്ലേജ് സെക്രട്ടറി U. ഭരതൻ, പ്രസിഡന്റ് PV രമേശൻ എന്നിവർ സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ കണ്ടോത്ത് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്ര പരിസരത്തെ 100 വർഷത്തിലേറെ പഴക്കമുള്ള ആൽമരം കടപുഴകി വീണു. ശനിയാഴ്ച രാത്രി 11 മണിയോടെയാണ് ആൽമരം നിലംപതിച്ചത്. ശനിയാഴ്ച രാത്രിയുണ്ടായ കനത്ത മഴയിലും ശക്തമായ കാറ്റിലും പയ്യന്നൂർ കണ്ടോത്ത് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കൂറ്റൻ ആൽമരം കടപുഴകി വീണു. ശനിയാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. ആൽമരം വീണ് ക്ഷേത്രത്തിലെ നടപ്പന്തലിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. ആളപായമില്ല. ആൽമരത്തിന് 100-ലേറെ വർഷത്തെ പ്രായമുണ്ട്. വിവരമറിഞ്ഞ് നിരവധി പേരാണ് ക്ഷേത്ര പരിസരത്തെത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ശക്തമായ കാറ്റിലും മഴയിലും അതിയിടം പാലോട്ടുകാവിന് സമീപത്തെ ആൽമരം കടപുഴകി വീണു. ക്ഷേത്രത്തിന്റെ ഷീറ്റിന് മുകളിലേക്കായിരുന്നു ഇതിന്റെ ശിഖരങ്ങൾ പതിച്ചത്. വർഷങ്ങൾ പഴക്കമുള്ള അതിയടം പാലോട്ട് കാവിന് സമീപത്തെ ആൽമരം ഓർമ്മയായി. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ ആൽമരം കടപുഴകി വീഴുകയായിരുന്നു. ക്ഷേത്രത്തിന്റെ മുകളിൽ സ്ഥാപിച്ച ഷീറ്റിന് കേടുപാടുകൾ സംഭവിച്ചു. വൈദ്യുതി കമ്പിക്ക് മുകളിൽ വീണതിനാൽ ക്ഷേത്രത്തിലേക്കുള്ള വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു. ആൽമരം കടപുഴകി വീഴുമ്പോൾ ഇതുവഴി വിദ്യാർത്ഥികൾ കടന്നുപോയിരുന്നു. ഇവർ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. വർഷങ്ങൾ പഴക്കമുള്ള ആൽമരമാണ് ഓർമ്മയായതെന്ന് നാട്ടുകാർ പറഞ്ഞു. അതിയടം പാലോട്ടുകാവിന്റെ പിറകിലുള്ള ഈ ആൽമരം പൊരിഞ്ഞു വീണത് കഴിഞ്ഞ മഴയ സമയത്താണ്. ഒരുപാട് കുട്ടികൾക്ക് നമ്മുടെ ഈ പ്രായത്തിലെ കുട്ടികൾക്ക് വലിയവർക്കൊക്കെ വളരെ ബാല്യകാല സ്മരണകൾ അയവർക്കുന്ന ഒരു ആൽമരം കൂടിയാണ് ഇപ്പോൾ വീണിട്ടുള്ളത്. വളരെ പഴക്കമുള്ള ഒരു ആൽമരമാണ്. നമ്മൾ ചെറുപ്പത്തിൽ വളരെ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഇതിനെ വേര് പിടിച്ചിട്ട് ഊഞ്ഞാലാടി കളിക്കുന്ന കാഴ്ച വളരെ പല ആളുകളുടെ മനസ്സിലും മായാതെ നിൽക്കുന്ന ചിത്രം ഇന്നും ഉണ്ട്. അപ്പോൾ ഏവർക്കും വളരെയധികം പ്രയാസമുണ്ട് ഈ ഇത്രയൊരു ആൽമരം പൊരിഞ്ഞു വീണതിൽ. അവർ ഏറ്റവും വലിയൊരു സമാധാനം എന്ന് വെച്ചാൽ കുട്ടികളൊക്കെ പോകുന്ന വഴിയായിരുന്നു. പക്ഷേ ആ വഴിക്ക് അപകടം സംഭവിക്കാത്ത രീതിയിൽ ആൽമരം ഒരു സൈഡിലേക്ക് ചാഞ്ഞു വീണത് കൊണ്ട് മറ്റാളപായൊന്നും ഉണ്ടായില്ല എന്നുള്ളത് വളരെ ഒരു ആശ്വാസം ആയി തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടമാണ് പഴയങ്ങാടി മേഖലയിലുണ്ടായത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മധുരം ഇഷ്ടപ്പെടുന്ന പയ്യന്നൂർക്കാർക്കായി പയ്യന്നൂർ മാഗ്നം ഹൈപ്പർ മാളിൽ സ്റ്റീവിയ ഡിലൈറ്റ്സ് പ്രവർത്തനം ആരംഭിച്ചു.
ഷുഗർ കട്ടും ഡയറ്റും എടുത്ത് വിഷമിച്ചിരിക്കുന്നവർക്കും പ്രമേഹ രോഗികൾക്കും ഇനി സ്റ്റീവിയ ഡിലൈറ്റ്സിലെ മധുരപലഹാരങ്ങൾ വാങ്ങുകയും അനുഭവിക്കുകയും ചെയ്യാം. ഒരു തരി പഞ്ചസാര പോലും ചേർക്കാതെ മധുരമുള്ളതും സ്വാദേറിയതുമായ 50-ലധികം മധുരപലഹാരങ്ങളാണ് സ്റ്റീവിയ ഡിലൈറ്റ്സ് നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്നത്. യാതൊരു പാർശ്വഫലങ്ങളുമില്ലാത്ത 0 കലോറി മാത്രമുള്ള മധുര തുളസി ചേർത്ത് മധുരം നൽകുന്നതിനാൽ ഇവിടുത്തെ മധുരപലഹാരങ്ങൾക്ക് മറ്റുള്ളവയിൽ നിന്നും 50% വരെ കലോറി കുറവാണെന്ന പ്രത്യേകതയും കൂടിയുണ്ട്. കൂടാതെ സ്വിഗ്ഗി, സൊമാറ്റോ ആപ്പുകളിലൂടെയും ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുകയും പാർട്ടി ഓർഡറുകൾ സ്വീകരിക്കുകയും ചെയ്യും. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു തരി പോലും പഞ്ചസാര ഉപയോഗിക്കാതെ ഡയബറ്റീസ് പേഷ്യൻസിന്, എന്നെപ്പോലുള്ള ഡയബറ്റീസ് പേഷ്യൻസിന് പല സ്ഥലങ്ങളിലും നമുക്ക് ഉദാഹരണത്തിന് ലഘു വരുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇന്ന് നിലവിലുണ്ട്. ഇത്തരം മധുര പലഹാരങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ്. പഞ്ചസാര വീട്ടിൽ നടത്താത്ത ഒരവസ്ഥയിൽ അതിൽ നിന്നുള്ള വലിയ ആഗ്രഹത്തോട് നമ്മൾ പോകുമ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ തീർച്ചയായും അനുഗ്രഹമാണ്. ഇത് തീർച്ചയായും എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി തീർന്നുകൊണ്ട് ഉത്തരം ഉണ്ടാകട്ടെ മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യ വിൽപ്പന വാർഡ് മെമ്പർ MP ചിത്ര നിർവഹിച്ചു. ഫ്രാഞ്ചൈസി ഡെവലപ്മെന്റ് മാനേജർ ജംഷീർ, റിലേഷൻഷിപ്പ് മാനേജർ നംഹർ, ലോജിസ്റ്റിക് മാനേജർ മുഹ്സിൻ, ഫ്രാഞ്ചൈസി ഓണർ സുമിത, പാർട്ണർ ഉണ്ണിമായ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ അനുസ്മരണ പരിപാടിയും SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ AO TV സുചിത്ര ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ മാർഗദർശി ദിവംഗതനായ മോൺസിഞ്ഞോർ JB റോഡ്രിഗസ് ചരമദിനാനുസ്മരണവും ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ 158 വിദ്യാർത്ഥിനികൾക്കുള്ള അവാർഡ് വിതരണവും നടത്തി. പയ്യന്നൂർ AO TV സുചിത്ര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബിജു T അധ്യക്ഷത വഹിച്ചു. റവറന്റ് സിസ്റ്റർ റെജി ജോസഫ് സ്വാഗതം ആശംസിച്ചു. പയ്യന്നൂർ അമലോദ്ഭവമാത ചർച്ച് വികാരി അഡ്വക്കേറ്റ് റവറന്റ് ഫാദർ ലിൻഡോ സ്റ്റാൻലി അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് ഫുൾ A+ ജേതാക്കളായ 158 വിദ്യാർത്ഥിനികളെ അനുമോദിച്ചു. പൂർവ്വ വിദ്യാർത്ഥിനി ഡോക്ടർ അശ്വതി PK, അധ്യാപക പ്രതിനിധി റവറന്റ് സിസ്റ്റർ അനു ജോസ്, A+ ജേതാക്കളുടെ പ്രതിനിധി കുമാരി സഫ ഹനീഫ്, സ്റ്റാഫ് സെക്രട്ടറി സജീൻ SP തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് ലെക്ചർ ഹാൾ നവീകരിച്ച് നൽകി പൂർവ്വ വിദ്യാർത്ഥികൾ. ഉദ്ഘാടനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ് നിർവഹിച്ചു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് ലെക്ചറർ ഹാൾ നവീകരിച്ച് നൽകി പൂർവ്വ വിദ്യാർത്ഥികൾ. മെഡിക്കൽ കോളേജിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികളാണ് 1995 ബാച്ച് 30ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കോളേജിലെ ലെക്ചറർ ഹാൾ നവീകരിച്ച് സമർപ്പിച്ചത്. MBBS പഠനത്തിന്റെ ആദ്യ നാളുകളിൽ അപകടത്തിൽപ്പെട്ട ജോൺ, പ്രശാന്ത് എന്നീ സഹപാഠികളുടെ സ്മരണയിൽ നവീകരിച്ച ഫാർമക്കോളജി ലെക്ചറർ ഹാളിന്റെയും സ്മാർട്ട് ബോർഡിന്റെയും ഉദ്ഘാടനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ് നിർവഹിച്ചു. ചടങ്ങിൽ അധ്യാപകർക്ക് ആദരവ് നൽകി. സൂപ്രണ്ട് ഡോക്ടർ K സുദീപ്, വൈസ് പ്രിൻസിപ്പൽ ഷീബ ദാമോദർ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികളായ ഡോക്ടർ VK ഷമീർ, ഡോക്ടർ PK രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാൻഫെഡ് സാഹിത്യവേദി ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും കരിവള്ളൂർ A1 ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രശസ്ത കവിയും പ്രഭാഷകനുമായ CM വിനയചന്ദ്രൻ മാസ്റ്റർ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു. കാൻഫെഡ് കരിവള്ളൂരിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന കാൻഫെഡ് സാഹിത്യവേദിയുടെ ഔപചാരിക ഉദ്ഘാടനവും കാൻഫെഡ് സാഹിത്യവേദി പ്രസിദ്ധീകരിക്കുന്ന മഞ്ജു ചന്ദ്രന്റെ ദേവഭൂവിലൂടെ ഒരു യാത്ര എന്ന യാത്രാ വിവരണ ഗ്രന്ഥത്തിന്റെയും AV സജിഷയുടെ ശലഭനിദ്ര എന്ന കവിതാ സമാഹാരത്തിന്റെയും പ്രകാശനമാണ് കരിവള്ളൂർ A1 ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. കവിയും പ്രഭാഷകനുമായ CM വിനയചന്ദ്രൻ മാസ്റ്റർ പ്രകാശന കർമ്മം നിർവഹിച്ചു. അത് പല രീതിയിലുള്ള ലോകാനുഭവങ്ങളിൽ നിന്നും ഇന്നിവിടെ 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. 2 സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾ. അതും വളരെ സവിശേഷതയുള്ള ഒരു കാര്യമാണ്. സാഹിത്യവേദിയുടെ ഉദ്ഘാടന വേദിയിൽ 2 സ്ത്രീകളുടെ പുസ്തകങ്ങൾ ആദ്യമായി പ്രകാശനം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഇതുപോലൊരു കാലത്ത് തീർച്ചയായിട്ടും അത് അത്രയൊന്നും അസംഭാവ്യമായ കാര്യമല്ല എന്ന് നമുക്കറിയാം. സുനിത വില്യംസ് ബഹിരാകാശത്ത് ദീർഘകാലത്തെ വാസത്തിന് ശേഷം തിരിച്ചു വന്നൊരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ ഈ കാലത്ത് സ്ത്രീകൾക്ക് സാമൂഹികമായ
എല്ലാ തലങ്ങളിലും വലിയ തോതിലുള്ള ഇടപെടൽ ശേഷി ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള ഒരു കാലം. കുക്കാന റഹ്മാൻ മാസ്റ്റർ, KP രാഘവൻ മാസ്റ്റർ എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. കാൻഫഡ് പ്രസിഡന്റ് PP കരുണാകരൻ ചടങ്ങിൽ അധ്യക്ഷനായി. വിനയചന്ദ്രൻ മാസ്റ്ററും പ്രകാശൻ കരിവള്ളൂരും പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി. TV രവീന്ദ്രൻ, NK വാസുദേവൻ, M തമ്പാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നു. ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി K മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിലെ K രാഘവൻ നഗറിൽ നടന്നു. ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി K മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഈ സമ്മേളന കാലയളവിൽ പരിശോധിച്ചു നോക്കുമ്പോൾ തീവ്ര ദാരിദ്ര്യം വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ് നമുക്ക് മുമ്പിലുള്ളത്. വലിയ അസമത്വം ലോകത്തെല്ലാ രാജ്യത്തും നിലനിൽക്കുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2024 കണക്കനുസരിച്ച് ആഫ്രിക്കയിൽ മാത്രം 14.5 കോടി ആളുകൾക്ക് തൊഴിലുണ്ടായിട്ടും ജീവിക്കാൻ വേണ്ടി കഴിയാത്ത തലത്തിലേക്ക് അതിതീവ്രമായിട്ടുള്ള ദാരിദ്ര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ സ്ഥിതിയും അതിൽ നിന്നും വ്യത്യസ്തമല്ല. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സാമ്രാജ്യത്വ മൂലധന ശക്തികൾ അവരുടെ സമ്പത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അനുദിനം തൊഴിൽ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ചുമട്ടുതൊഴിൽ സംരക്ഷിക്കുന്നതിനു വേണ്ടി ചുമട്ടുതൊഴിൽ സംരക്ഷണ നിയമം അടിയന്തരമായി നടപ്പിലാക്കണമെന്നും പെൻഷൻ പറ്റി പിരിയുന്ന തൊഴിലാളികൾക്ക് മിനിമം 5000 രൂപയായി പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നും സമ്മേളന പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ, പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ, M അശോകൻ, M പ്രദീപൻ, N സുധീർ, TT രാജൻ, UV രാമചന്ദ്രൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC കേഡറ്റുകൾ മാടായിപ്പാറയിലേക്ക് പ്രകൃതി പഠനയാത്ര സംഘടിപ്പിച്ചു. സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായ മാടായിപ്പാറയെ മാലിന്യമുക്തമായി വരും തലമുറയ്ക്ക് വേണ്ടി കാത്തുവെക്കാൻ ആഹ്വാനം ചെയ്യുന്ന മുന്നറിയിപ്പ് ബോർഡ് വടുകുന്ത തടാകത്തിന് സമീപം സ്ഥാപിച്ചു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ SPC കേഡറ്റുകൾ മാടായിപ്പാറയിലേക്ക് പ്രകൃതി പഠനയാത്ര സംഘടിപ്പിച്ചു. പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാടായിപ്പാറ സംരക്ഷണ സമിതി സെക്രട്ടറിയും പരിസ്ഥിതി പ്രവർത്തകനുമായ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ മാടായിപ്പാറയുടെ ചരിത്രവും ഭൂമിശാസ്ത്രപരമായുള്ള പ്രത്യേകതകളെയും പറ്റി കുട്ടികളോട് സംസാരിച്ചു. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുമാസി, SPC ഗാർഡിയൻ പ്രസിഡന്റ് ഡോക്ടർ അജിത് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു. വടുകുന്ത തടാകവും ജൂതക്കുളവും ദാരികൻ കോട്ടയും നേരിൽ കണ്ട് 300 ഏക്കറിൽ നീണ്ടുകിടക്കുന്ന മാടായിപ്പാറയിലെ സസ്യ ജന്തു വൈവിധ്യത്തെ തൊട്ടറിഞ്ഞ് മഴ നനഞ്ഞുകൊണ്ടുള്ള പ്രകൃതി യാത്ര കേഡറ്റുകൾക്ക് പുതിയ അനുഭവമായി. അപൂർവ ഇനം സസ്യജന്തുജാലങ്ങളുടെ വാസസ്ഥലമായ മാടായിപ്പാറ സംരക്ഷണം സ്വന്തം കടമയായി ഉൾക്കൊണ്ടുകൊണ്ട് കേഡറ്റുകൾ പാറയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറിയത് മാതൃകാപരമായ പ്രവർത്തനമായി. മഴയാത്രാ പരിപാടിക്ക് സ്കൂളിലെ SPC യൂണിറ്റ് CPOമാരായ രജിൻ KV, സവിത KV എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. എയ്ഡഡ് മേഖലയിലെ സ്കൂൾ, കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ സംവരണം നടപ്പാക്കണമെന്ന് മണ്ണാൻ സമുദായ സംഘം തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. നടക്കാവ് റോട്ടറി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. കാരണം അതിന് ശക്തമായ രീതിയിൽ പ്രവർത്തനം നടത്തണം. ഏത് സമുദായങ്ങളായാലും ആ സമുദായത്തിൻ്റെ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യത്തിലായാലും ഇത്തരം കൂട്ടായ്മകൾ വലിയ മുതൽക്കൂട്ടാകും എന്ന കാര്യം സംശയമില്ല. പലപ്പോഴും ഒരുപാട് ആളുകൾ സർക്കാരിൻ്റെ ഒരുപാട് ആനുകൂല്യങ്ങൾ SC വിഭാഗത്തിൽ ലഭിക്കുന്നുണ്ട്. ആ ആനുകൂല്യങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനം മാത്രം നടത്തിയാൽ തന്നെ ഈ സംഘടന ഈ സമുദായത്തോട് കാണിക്കുന്ന വലിയ കാര്യമാണ് എന്നതിൽ തർക്കമില്ല, അല്ലേ? ഒരുപാട് ആനുകൂല്യങ്ങളില്ലേ? ഇവർ ലൈഫ് ഭവന പദ്ധതിയിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ SC വിഭാഗത്തിന് അപേക്ഷകരില്ല.
2 പതിറ്റാണ്ടായി സമുദായത്തിന്റെ ശബ്ദമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയുടെ 3 വർഷം കൂടുമ്പോൾ നടക്കുന്ന സംസ്ഥാന സമ്മേളന ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ ആദ്യ ഏരിയ സമ്മേളനമാണ് തൃക്കരിപ്പൂരിൽ നടന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ MVSS തൃക്കരിപ്പൂർ ഏരിയ പ്രസിഡന്റ് വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മണ്ണാൻ വണ്ണാൻ സമുദായ സംഘം ജില്ലാ പ്രസിഡന്റ് വി ചന്ദ്രാനന്ദൻ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ശശിധരൻ ബാര, ഏരിയ സെക്രട്ടറി CV രവീന്ദ്രൻ, സജിത് പെരുവണ്ണാൻ, SC/ST എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി M സുനിൽകുമാർ, പുലിയ സമുദായ സംഘടനാ സെക്രട്ടറി P കുഞ്ഞികൃഷ്ണൻ, കൊയോങ്കര രാജേഷ് പണിക്കർ, MV സതീദേവി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സമ്മേളനത്തിൽ അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ ചെറുതാഴം മണ്ഡലം സഭാ കൺവെൻഷൻ കോക്കാട് ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്നു. ജനശ്രീ ജില്ലാ മിഷൻ സെക്രട്ടറി M രത്നകുമാർ ഉദ്ഘാടനം ചെയ്തു. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ ചെറുതാഴം മണ്ഡലം സഭാ കൺവെൻഷൻ കോക്കാട് ഗ്രാമീണ വായനശാല ഹാളിൽ നടന്നു. ജനശ്രീ ജില്ലാ മിഷൻ സെക്രട്ടറി M രത്നകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു സ്വാശ്രയ സംഘം, ഒരു സർക്കാർ സ്വാശ്രയ സംഘം. കുടുംബശ്രീ എന്ന് പറഞ്ഞാലോ ഒരു സർക്കാർ സംവിധാനം, സംഘടനാ സംവിധാനം, സ്ത്രീകൾ മാത്രം അംഗങ്ങളായിട്ടുള്ള സംവിധാനം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീകളുടെ കൂട്ടായ്മ ജനശ്രീ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സ്ത്രീയും പുരുഷനും ചേർന്നുള്ള ഏറ്റവും വലിയ സർക്കാർ ഇതര സംഘടന. ഇതാണ് ജനശ്രീ കുടുംബശ്രീ എന്നുള്ള ഉദ്ദേശം. ജനശ്രീ വിഭാവനം ചെയ്യുന്നത് നമ്മുടെ പ്രദേശത്തുള്ള സ്ത്രീയും പുരുഷനും ചേർന്നുള്ള ഒരു കുടുംബ കൂട്ടായ്മ. ആ കുടുംബ കൂട്ടായ്മയിലൂടെ സഹവർത്തിത്വത്തിന്റെയും സഹകരണത്തിന്റെയും ഒരു പുതിയ ഒരു മുഖം വളർത്തിയെടുക്കാറുണ്ട്. പരസ്പരം നല്ല കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. KKP ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജനശ്രീ കാഴ്ചപ്പാടും പ്രവർത്തനവും എന്ന വിഷയത്തെക്കുറിച്ച് ജനശ്രീ മിഷൻ ജില്ലാ ട്രഷറർ നസീമ ഖാദർ ക്ലാസ് നയിച്ചു. KP മുരളീധരൻ, K രാമദാസ്, C രമേശൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് മുതിർന്ന ജനശ്രീ അംഗങ്ങളെ ആദരിച്ചു. സോന PP, ശ്രുതി P എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാടായി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ടൽ ദിനാഘോഷം സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP അംബുജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാടായി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹരിതതീരം ഓരോ കണ്ടലും ഒരു കാവൽ എന്ന പേരിൽ കണ്ടൽ ദിനാഘോഷം സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP അംബുജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. മാടായി മേഖലാ പ്രസിഡന്റ് രഞ്ജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന്റെ ഭാഗമായി കണ്ടൽ സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകത സംബന്ധിച്ച് കണ്ണൂർ കണ്ടൽ പ്രൊജക്ട് വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഫീൽഡ് അസിസ്റ്റന്റ് VK നവീൻ കുമാർ ക്ലാസ് എടുത്തു. വിത്തിലേഷ് അനുരാഗ്, മനോജ് കാർത്തിക, രാജീവൻ U, ജിൻസ് TM, വിനീത് UK, വിനോദ് PV എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ചെറുതാഴം കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പരിധിയിൽ വരുന്ന സമുദായ അംഗങ്ങളുടെ മക്കളിൽ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഡോക്ടർ PM മധു ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പരിധിയിൽ വരുന്ന സമുദായ അംഗങ്ങളുടെ മക്കളിൽ SSLC, +2 തുടങ്ങിയ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഡോക്ടർ PM മധു ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് P രമേശൻ മുഖ്യ പ്രഭാഷണം നടത്തി. എത്തിപ്പെട്ട കുട്ടിയാണ്, എഞ്ചിനീയറാണ്. അവിടെ ജോലി ചെയ്യുന്നു. ഏകദേശം 13 ലക്ഷത്തോളം രൂപ മാസം ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ് അദ്ദേഹത്തിന്. അപ്പം അദ്ദേഹം വന്ന് പറഞ്ഞത് ആ വിദ്യാർത്ഥിയല്ല, ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അവൻ മകൻ വളരെ വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോവുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ യുവാവിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3rd ഇയറൊക്കെ ആകുമ്പോൾ IIT-യിൽ നിന്ന് മദ്യപാനം തുടങ്ങി. അപ്പോൾ അതിനുശേഷം അവരുടെ കൂട്ടത്തിലുള്ള കുട്ടികളുമായി ചേർന്നിട്ട് പലതരത്തിലുള്ള മയക്കുമരുന്നിന് അടിമയായി. അതൊന്നും ഈ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവസാനം ജർമ്മനിയിലെത്തിയിട്ട് ജർമ്മനിയിലെ ചില വിഷയങ്ങൾ വന്നപ്പോഴാണ്, അത് അവിടെ പോലീസൊക്കെ ഇവരെ ഇൻഫോം ചെയ്തപ്പോഴാണ് ആ വിഷയം കാര്യമായിട്ട് മനസ്സിലാക്കിയത്. അപ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് ആ യുവാവ് പോവുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ്. ഏതെങ്കിലും രീതിയിൽ ആ കുട്ടിയെ ഇതിലേക്ക് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. VP ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. M പ്രമോദ് കുമാർ, KV മനോഹരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ.
നാഗാസ് കണ്ടങ്ങാളിയും ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷനും സംയുക്തമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. നാഗാസ് കണ്ടങ്ങാളിയും ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷനും സംയുക്തമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷന്റെ വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടെ 10 മെഡിക്കൽ ടീം പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കണ്ടങ്ങാളി പ്രദേശത്തുള്ള 150-ൽ പരം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. മെഡിക്കൽ ക്യാമ്പിന് ക്ലബ്ബ് പ്രസിഡന്റ് ടി അനിൽകുമാർ, സെക്രട്ടറി ഷനോജ് കെ എന്നിവരും മെമ്പർമാരും നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പലിയേരി ശ്രീ പടിഞ്ഞാറമുണ്ടിയ അങ്കണത്തിലെ ആൽമരം കടപുഴകി വീണു. കഴിഞ്ഞ ദിവസം വീശിയടിച്ച കാറ്റിലും മഴയിലുമാണ് വൻമരം കടപുഴകിയത്. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.